നോവൽ ഒടിയൻ ഭാഗം 10. ദിവാകരൻ പതിയെ ഉമ്മറപ്പടിയിൽ നിന്നും എഴുന്നേറ്റ് അച്ഛൻ്റെ ആ പഴയ ചൂരൽ കസരിൽ നീണ്ടു നിവർന്നു കിടന്നു. അയാൾ പഴയ ഓർമ്മകളിൽ വീണുകിടന്ന് മയങ്ങുകയായിരുന്നു. ഇടയ്ക്ക് ദേവകി വന്ന് വിളിച്ചെങ്കിലും അയാൾ ഉണർന്നില്ല. കയ്യിൽ മുടിയങ്കോൽ മുറുകെ പിടിച്ച് അച്ഛൻ്റെ ചിതക്കരികിൽ കണ്ട ഇരുമ്പ് വളകെട്ടിയ കാൽപാദങ്ങളുള്ള ആ കുറിയ ശരീരം, അത് മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. ഒടിയൻ ചാത്തൻ കൊല്ലംകോട് ഒരു മഹാവിപത്തായി മാറിയ കഥകൾ അച്ഛൻ പറഞ്ഞു തന്നതാണ്. കീഴൂർ തന്നെയായിരുന്നു അവൻ്റെ പ്രധാന കേന്ദ്രം. അതുകൊണ്ട് തന്നെ രാത്രി ഒറ്റയ്ക്കുള്ള സഞ്ചാരം കുറയ്ക്കുക എന്നൊരു താക്കീതും അച്ഛൻ സദാ ഓർമ്മിപ്പിച്ചിരുന്നു. അടിയാത്തിപ്പുരകളിലും നായന്മാരുടെ വീടുകളിലും പെൺചൂട് തേടിപ്പോകുന്ന തമ്പുരാക്കന്മാരെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ഇരുട്ടിൻ്റെ മറവിൽ അവർ ഉണ്ടാകുമത്രേ. ഒടിയന്മാർ രാത്രിയുടെ മറവിൽ നിന്നും ആക്രമിക്കുന്നവരാണ്. പ്രേതഭൂത പിശാചുക്കളെ പോലെയല്ല. അവർ മായം കാട്ടുന്ന മനുഷ്യർ തന്നെ ആയതുകൊണ്ട് അവർക്കെതിരെ ചെയ്യാവുന്ന മന്ത്രകർമ്മങ്ങൾക്ക് പരിമിതികൾ ഏറെയാണെന്നും അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അവരെ മറ്റെന്തിനേക്കാളും ഭയക്കണം എന്നുകൂടി ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ഒടിവിദ്യ പ്രയോഗിക്കുന്ന ഒടിയനെ അത് ചെയ്യുവാൻ പല കാരണങ്ങളുണ്ടാകാം. സവർണ മേൽക്കോയ്മയുടെ കറുത്ത അനീതികൾക്കെതിരെ, കറുത്തുപോയതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ജനതയുടെ അതിജീവനത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു ക്രൂരമുഖമാണ് ഒടിയനുള്ളത്. തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ജന്മികൾക്കെതിരെ, പെൺകൊതിയന്മാരായ നമ്പൂതിരിമാർക്കെതിരെ എല്ലാം അവർ ഇരുട്ടിൽ കാവൽ നിൽക്കുന്നു. ചിലർ ജന്മികൾക്ക് വേണ്ടിയും ഒടിവേഷം കെട്ടാറുണ്ട്, ചാത്തൻ്റെ അച്ഛൻ മണിയനെ പോലെ. ചാത്തൻ പക്ഷേ ആർക്കും അടിമയായിരുന്നില്ല. അതിക്രൂരമായ പൈശാചികമായ ആക്രമണങ്ങൾ വഴി നാടിൻ്റെ അന്ധകാരം അവൻ സ്വന്തമാക്കി. ആരെയും ഭയപ്പെടുത്തുന്ന അവൻ്റെ സാന്നിധ്യം രാത്രി പുറത്തിറങ്ങുന്നതിൽ നിന്ന് നാട്ടുകാരെ വിലക്കി. കച്ചവടക്കാർ രാത്രി അതിർത്തി കടക്കുന്നത് നിർത്തി. ഒരു പക്ഷേ അച്ഛൻ പോലും രാത്രി അവൻ്റെ വഴികളിൽ ചെന്ന് പെടരുതേ എന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കണം. രാത്രിയുടെ മഹാരാജാവ് എന്നായിരുന്നു ഒരിക്കൽ അവനെ അച്ഛൻ വിശേഷിപ്പിച്ചത്. അവനെപ്പറ്റി മറ്റൊരു കഥ കൂടി അച്ഛൻ പറഞ്ഞിരുന്നു. അവനെ കൊല്ലംകോട്ടു നിന്നും പറഞ്ഞേച്ച, അല്ലെങ്കിൽ അച്ഛൻ്റെ മരണത്തിന് തന്നെ കാരണമായിരുന്നിരിക്കണമെന്ന് താൻ ഇന്ന് വിശ്വസിക്കുന്ന ആ സംഭവ കഥ. തൊടിയിൽ എവിടെയോ കരിമ്പനത്തടിയിൽ ഒരു തവണ കൂടി മുടിയൻ കോലി വീണ് ശബ്ദിച്ചു. ദിവാകരൻ പൂണൂലിൽ കൈപ്പിടി മുറുക്കി. അയാൾ വീണ്ടും പതിയെ ഓർമ്മകളിലേക്ക് വഴുതി വീണു. ഏകദേശം ഒരു കൊല്ലം മുമ്പായിരുന്നിരിക്കണം. മണ്ണാർക്കാട് ഒരു ക്ഷേത്രത്തിൽ കലശമാടാൻ പോയതായിരുന്നു കീഴൂരെ വലിയ നമ്പൂതിരി. ഇല്ലത്ത് ചില ആവശ്യങ്ങൾക്കായി മകനായ തനിക്ക് പോകാൻ ഉണ്ടായില്ല കൂടെ. മണ്ണാർക്കാട് നിന്നും തിരിക്കാൻ സമയം ഏറെ വൈകിയിരുന്നു. കൂട്ടിന് ആളെ അയക്കാമെന്നവർ പറഞ്ഞെങ്കിലും അദ്ദേഹം നിരസിച്ചു. പോണ വഴി ഇശിക്കടുപ്പമുള്ളതാണേ. അതൊന്നും അറിയാത്തവരെ കൂടെ കൂട്ടിയാൽ ആകെ വിഷമാവും. അതുകൊണ്ട് നാം തനിച്ചു പോയിക്കൊള്ളാം. അവരിൽ നിന്നും ഒരു ചൂട്ട് മാത്രം വാങ്ങി കയ്യിൽ പിടിച്ച് വലിയ നമ്പൂതിരി ധൃതിയിൽ യാത്ര തിരിച്ചു. ഒലവക്കോട് പാറ വഴി കൊല്ലംകോട് അതിർത്തിയിൽ എത്തുമ്പോഴേക്കും നേരം ഏറെ വൈകിയിരുന്നു. പ്രായം ഷഷ്ടിപൂർത്തി കഴിഞ്ഞെങ്കിലും പൂർണ്ണ ആരോഗ്യവൻ തന്നെയായിരുന്നു വലിയ നമ്പൂതിരി. ഉറച്ച ശരീരത്തെ മൂടി നിൽക്കുന്ന വെളുത്ത രോമങ്ങൾ കയ്യിലെ ചൂട്ടിൻ്റെ പ്രഭയിൽ കൂടുതൽ തിളങ്ങി. അതിർത്തി വനമാണത്. ചുറ്റും ഉഗ്രരൂപികളായ വടവൃക്ഷങ്ങൾ. ഉൾക്കാട്ടിൽ എവിടെയോ കാലങ്കോഴി കൂകുന്ന ശബ്ദം. ചൂട്ടൊന്നുകൂടി ശക്തിയായി വീശി അദ്ദേഹം മുന്നോട്ട് നടന്നു. സൂര്യപ്രകാശം പോലെ അതൊരു വലിയ പ്രകാശവലയം തീർത്തു. വെളിച്ചം കണ്ട് കാട്ടുവഴിക്ക് വശത്തായി പതുങ്ങിക്കിടന്നിരുന്ന ഒരു മെരുകിൻ കുഞ്ഞ് ചീറിക്കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. വഴിയരികിലെ ആഞ്ഞിലിക്കൊമ്പിലിരുന്നു കൊണ്ട് ഒരു ഭീമൻ മൂങ്ങ കണ്ണുരുട്ടി. ഒരു വലിയ വെളിച്ചം അതിവേഗം മുന്നോട്ട് നീങ്ങി. ചൂട്ടിൽ നിന്നും തെറിച്ചു വീണ തീപ്പൊരികൾ കരിയിലകളിൽ വീണു നീറി. മരങ്ങൾക്കിടയിൽ കൂടി കാലനക്കം കേട്ട പോലെ നമ്പൂതിരി ഒന്ന് നിന്നു. ഒരു പറ്റം കുറുനിരികൾ വെളിച്ചത്തിൻ്റെ അതിർത്തി വരെ വന്നു കുരച്ചുകൊണ്ട് തിരികെ ഓടിപ്പോയി. കാട്ടിൽ അസമയത്ത് ഒരു പ്രകാശം കണ്ടതുകൊണ്ട് അസ്വസ്ഥരായതാണ് ആ വാറ്റ. അദ്ദേഹത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് നടത്തം തുടർന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ഒന്ന് ശങ്കിച്ചുകൊണ്ട് വേഗത കുറച്ചു. വായുവിൽ ഒരു വടി മൂളുന്ന പോലെ എന്തോ കേട്ടു. ഒപ്പം കരിയിലകൾ ചതഞ്ഞു ഞെരിയുന്ന ശബ്ദവും. അതൊരു മനുഷ്യനാണ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു. പതിയെ വേഗത കുറിച്ച് ചൂട്ടിൻ്റെ വെട്ടം താഴ്ത്തി അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഉൾക്കാട്ടിൽ നിറഞ്ഞു നിന്ന ആ ഇരുട്ട് പതിയെ അദ്ദേഹത്തിൻ്റെ നടപ്പാതയിലേക്കും നിറഞ്ഞു വന്നു. ഇരുട്ടിൽ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങിയ അദ്ദേഹം കുറച്ചപ്പുറത്തായി ഇരുട്ടിൽ തനിക്കെതിരായി ഒരു ജീവി നിൽക്കുന്നത് കണ്ടു. ഒരു കറുത്ത നിഴൽ പോലെ ഒരു വലിയ പോത്ത്. പതിയെ അതിനു നേരെ നടന്നെടുത്ത നമ്പൂതിരി പെട്ടെന്ന് ചൂട്ട് വീശി കത്തിച്ചു. പക്ഷേ അന്നേരം അവിടെ ആരുമില്ലായിരുന്നു. കാട്ടുപോത്തായിരുന്നോ? വെളിച്ചം കണ്ട് ഓടിപ്പോയി കാണും.
ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു. എന്നാൽ വഴിയിൽ അല്പം മുമ്പിലായി ഒരു വലിയ കടമ്പയെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ സാവധാനമായി. ചൂട്ട് അല്പം കൂടി ഉയർത്തി അദ്ദേഹം അതിനെ ആകെ ഒന്ന് നോക്കി. കണ്ണൊന്ന് കുറുക്കിക്കൊണ്ട് വലങ്കൈ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം കണ്ണടച്ച് എന്തോ ചൊല്ലി. പൊടുന്നനെ കണ്ണുവെട്ടി തുറന്ന് അദ്ദേഹം അല്പം പുറകിലേക്ക് മാറി നിന്നു. വലിയ നമ്പൂതിരിയുടെ വലിയ കണ്ണുകൾ ചൂട്ടിൻ്റെ പ്രഭയിൽ ജ്വലിച്ചു. അദ്ദേഹത്തിന് എല്ലാം വ്യക്തമായിരുന്നു. എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ കയ്യിലെ കമണ്ടേലുവിൽ നിന്നും വെള്ളമെടുക്കാൻ തുനിഞ്ഞ വലിയ നമ്പൂതിരി പക്ഷേ എന്തുകൊണ്ടോ ആ ഉദ്യമം ഉപേക്ഷിച്ചു. തോൽ സഞ്ചിയിൽ നിന്നും ഒരു കത്തിയെടുത്ത് ആ കടമ്പായുടെ ഒരു കാലിൽ ചുറ്റിക്കിടന്നിരുന്ന ഒരു നീണ്ട വള്ളി മുറിച്ചെടുത്ത് സഞ്ചിയിലിട്ട ശേഷം അതിനെ ഒരു വശത്തേക്ക് മറിച്ചിട്ടുകൊണ്ട് നേരെ മനക്കിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. അദ്ദേഹത്തിൻ്റെ കത്തി കൊണ്ട് മുറിഞ്ഞ കടമ്പായ തണ്ടിൽ നിന്നും ചോരപ്പാട് തെളിഞ്ഞു വന്നു. വലിയ നമ്പൂതിരി പൂത്ത് വിളിഞ്ഞു കിടക്കുന്ന വയൽവരമ്പിലേക്ക് കയറുമ്പോൾ മനക്കിലെ പടിപ്പുര കണ്ടു തുടങ്ങിയിരുന്നു. പുൽത്തലപ്പുകളിൽ വീണുകിടന്നിരുന്ന മഞ്ഞിൻ്റെ ഈർപ്പം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾക്ക് നനവ് പകർന്നു. പടിപ്പുരയിൽ ഇറയത്ത് ആ ചൂട്ട് തിരികെ വെച്ച് അദ്ദേഹം ഉമ്മറത്തേക്ക് കയറി ചുരുൾ കസേരയിലേക്ക് ഇരുന്നു. നേരം വെളുത്തു തുടങ്ങുന്നു. ഉമ്മറത്ത് അച്ഛൻ്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ധൃതിയിൽ ഞാൻ അവിടേക്ക് ചെന്നു. കസേരയിൽ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു അദ്ദേഹം. അച്ഛൻ്റെ ദൃഷ്ടികൾ പടിപ്പുരയ്ക്ക് പുറത്ത് എന്തിനെയോ ശ്രദ്ധിച്ച് നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കുമ്പോൾ ഒരാൾ പടിപ്പുര കടന്ന് മനക്കലെ മുറ്റത്തേക്ക് നടന്നു വരുന്നു. കറുത്ത് കുറിയവനായ ഒരു മനുഷ്യൻ. മുട്ടിന് കീഴെ മാത്രം എത്തുന്നൊരു ഉടുമുണ്ട്. കാലുകളിൽ ഇരുമ്പ് വളകൾ ധരിച്ചിരിക്കുന്നു. അവനെ തടയാനായി എഴുന്നേറ്റ് എന്നെ അച്ഛൻ തടഞ്ഞു. വേണ്ട, കയറി പോരട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിലായി നിന്നു. അയാൾ 2 കൈയും അറത്ത് പിടിച്ചു വെച്ച് തല കുനിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു നിന്നു. ആരാ? അച്ഛൻ വെറ്റിലച്ചെല്ലത്തിൽ നിന്നും ഒരു വെറ്റിലെടുത്ത് അതിൻ്റെ നാക്കുനുള്ളി. അല്പം ദൂരെന്നാ, അയാൾ മെല്ലെ പറഞ്ഞു. അപ്പോഴും അയാളുടെ തല താഴ്ന്നു തന്നെ ഇരുന്നു. മുഖത്ത് നോക്കുക. അച്ഛൻ ശബ്ദമുയർത്തിയപ്പോഴും അയാൾ അനുസരിക്കാതെ തല കുനിച്ചു തന്നെ നിന്നു. അകലെന്ന് വെച്ചാ എവിടുന്നാ? ചെമ്പുള്ളിന്നാണേ. അയാൾ ഞങ്ങൾ കേൾക്കുന്ന തരത്തിൽ മാത്രം അല്പം ശബ്ദമുയർത്തി. എന്താ ഇവിടെ? അച്ഛൻ തറയിൽ കിടന്നിരുന്ന ആ സഞ്ചി നോക്കിക്കൊണ്ട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിഞ്ഞിരുന്ന ആ പുഞ്ചിരിയുടെ കാരണവും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ടേ, അത് വാങ്ങാൻ വന്നതാണ്, തിരികെ തരണം. അയാൾ കൂടുതൽ വിനയാന്വിതനായി. സഞ്ചിയിൽ നിന്നും ഒരു വടി അച്ഛൻ പുറത്തെടുക്കുന്നത് ഞാൻ കണ്ടു. ഒരു മുടിയൻ കോൽ. അത് അയാൾക്ക് നേരെ ഇട്ടുകൊടുത്തിട്ട് അച്ഛൻ താക്കീത് നൽകി. മേലാൽ എനിക്ക് വഴിയിൽ തടസ്സമുണ്ടാക്കരുത്. ഉണ്ടായാൽ ഇങ്ങനെയാകില്ല എൻ്റെ മറുപടി. പോയിക്കൊള്ളാം. അദ്ദേഹം ശബ്ദം കടുപ്പിച്ചു. അയാൾ അതും എടുത്തുകൊണ്ട് ധൃതിയിൽ പടിപ്പുര കടന്നുപോയി. അയാൾ ദൂരെ മറിയുന്നതുവരെ അച്ഛൻ അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. അതാരാ എന്നറിയോ ദിവാകര നിനക്ക്? അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഞാൻ തലയാട്ടി. ഒടിയൻ ചാത്തനാണത്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. അവനെക്കുറിച്ച് കേട്ട കഥകളിലെ ഭീകര ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി. കൊല്ലംകോട്ടെ ഇരുട്ടിലെ മഹാരാജാവ് ഇനി ഇവിടെ കാണില്ല. എൻ്റെ മരണം അവൻ്റെ കൈകൊണ്ട് നടക്കുന്നതുവരെയെങ്കിലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അകത്തെ അറയിലേക്ക് പോയി. അച്ഛൻ്റെ മരണശേഷമോ? ഓവ്, അച്ഛൻ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒടിയൻ്റെ ആയുധം ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ അത് തിരികെ വാങ്ങി ആ നാട് വിട്ടുകൊള്ളണം എന്നാണത്ര അവരുടെ ശാസ്ത്രം. അല്ലെങ്കിൽ അവർക്ക് ദോഷങ്ങൾ ഉണ്ടാകും. തിരികെ നാട്ടിൽ വരണമെങ്കിൽ ആ കാരണക്കാരനെ അന്യനാട്ടിൽ വെച്ച് വധിക്കണമത്രേ. ഞാൻ അവൻ പോയ വഴി ഒന്നുകൂടി കണ്ണോടിച്ചു നോക്കി. ചുമലിൽ എന്തോ ഒന്ന് വന്ന് വീഴുന്നത് പോലെ തോന്നിയാണ് പെട്ടെന്ന് കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ദേവകി. നേരം വെളുത്തിരിക്കണല്ലോ, എന്താ ഇത്? ഉമ്മറത്ത് തന്നെ ഇരുന്നുറങ്ങിയോ? അവർ എന്നെ തട്ടി ഉണർത്തിക്കൊണ്ട് അകത്തേക്ക് പോയി. എൻ്റെ കണ്ണുകൾ വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ശരീരത്തിന് എന്തെന്നില്ലാത്ത അവശത. എഴുന്നേറ്റ് കുളക്കടവിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ചെറിയമ്മാമ പറഞ്ഞതുപോലെ തിരുപ്പള്ളി മനയ്ക്കൽ ചെല്ലുക തന്നെ. നോവൽ ഒടിയൻ തുടരും.